ചെങ്ങന്നൂർ അമരാവതി മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, ചിത്രരചന, ഉപന്യാസരചന മത്സരം, ഔഷധക്കഞ്ഞിയുടെ വിതരണം, പാചകശാലയുടെ ഉദ്ഘാടനം എന്നിവ നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചെങ്ങന്നൂർ അമരാവതി മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, രാമായണത്തെ അധികരിച്ചുള്ള ചിത്രരചന, ഉപന്യാസരചന മത്സരങ്ങൾ, കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുള്ള ഔഷധക്കഞ്ഞിയുടെ വിതരണം, നിത്യവും നടക്കുന്ന അന്നദാനത്തിനായി പുതിയതായി പണികഴിപ്പിച്ച അമരാവതി അന്നപാചകശാലയുടെ ഉദ്ഘാടനം എന്നിവ നടന്നു. മണ്ണിര പ്രകൃതി സൗഹൃദ സംഘടനാ സ്ഥാപകൻ അനീഷ് വി കുറുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമരാവതി ക്ഷേത്രം. നമുക്കറിയാം, 365 ദിവസവും അന്നദാനം നടത്തുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേരെല്ലാം അത്രയും കാണും. അതിൻ്റെ പിന്നിലുള്ള പ്രയത്നം വളരെ വലുതാണ്. ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമൊക്കെ അന്നദാനം നടത്താൻ തന്നെ ഏറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോഴാണ് 365 ദിവസവും എത്ര പേരാണ് വരിക. ശബരിമലയിലെ ഒരു പ്രധാനപ്പെട്ട ഇടത്താവളം എന്ന നിലയിൽ ചെങ്ങന്നൂർ വഴി കടന്നു പോകുന്ന ഭക്തജനങ്ങളുടെ എണ്ണം 10,000-കണക്കിനാണ്. ഓരോ ശബരിമല സീസണിലും നമ്മൾ കാണുന്നു. അവർക്ക് ഇതിൻ്റെ ഭാഗമാകുന്നു, പങ്കാളികളാകുന്നു. അപ്പോൾ അവിടെ അന്നദാനപ്പുര പുതിയ ഒരു സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുകയും ആ ചടങ്ങിൽ ബുദ്ധദീപം കൊടുക്കാൻ ലഭിച്ച അവസരം അമ്മയുടെ അനുഗ്രഹമായി കരുതുന്നു. ഒപ്പം ഇന്ന് രാമായണ മാസം തുടങ്ങുകയാണ്, പുണ്യമാസമാണ്. ക്ഷേത്ര അധ്യക്ഷൻ അയ്യപ്പൻ മാന്നാർ അധ്യക്ഷനായി. രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന കാര്യക്രമങ്ങളെക്കുറിച്ച് അനു കൃഷ്ണൻ വിശദീകരിച്ചു. ചടങ്ങിൽ ഭരത് ഭവൻ ബോർഡംഗം മോഹൻ കൊട്ടാരത്ത് പറമ്പിൽ, ക്ഷേത്രം മേൽശാന്തി അജു കൃഷ്ണൻ, തട്ടാവിള കുടുംബാംഗം ഉഷ രാജരത്തിനം, അഡ്വക്കേറ്റ് ബിന്ദു നായർ, പാരായണത്തിന് നേതൃത്വം നൽകുന്ന പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.